നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പരീക്ഷ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ചറിയാം. അതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു 40 മാർക്കിൻ്റെ ടോപ്പിക്കുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ 40 മാർക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ എന്ന രീതിയിൽ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രാചീന ഇന്ത്യയെക്കുറിച്ചും മധ്യകാല ഇന്ത്യയെക്കുറിച്ചൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതുമായി നോക്കിക്കഴിഞ്ഞാൽ ഏൻഷ്യൻ്റ് ഇന്ത്യ നമ്മളെടുത്തു കഴിഞ്ഞാൽ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ലാൻഡ് മാർക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ എഡിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഏൻഷ്യൻ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ ചരിത്രാതീത കാലം എന്ന പേരിൽ കുറച്ചുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കാണും അല്ലെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു സ്റ്റഡി മെറ്റീരിയൽ ടോപ്പിക്കാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് എടുത്തിരിക്കുന്നത്. അതായത് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് സിന്ധു നദീതട സംസ്കാരം എന്നാണ് വന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ആർക്കും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് വ്യക്തമായ ഒരു അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. എന്നിരുന്നാലും കാലഘട്ടത്തെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമായ ആ എക്സ്കവേഷൻസ് വഴി ലഭ്യമായിട്ടുള്ള ആ ഉറവിടങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 3250 മുതൽ 2750 വരെയുള്ളൊരു കാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ മറ്റാരുമല്ല, ജോൺ മാർഷൽ എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതനും അതേപോലെ തന്നെ മൈനിങ് എക്സ്കവേഷൻസിൻ്റെയൊക്കെ ലീഡറുമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട് BC 2900 മുതൽ 2000 വരെയുള്ളൊരു കാലഘട്ടമാണെന്ന് പറയുന്നു. അതായത് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു BC 3000 മുതൽ ഏകദേശം BC 1300 വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ എപ്പോഴോ ആയിരുന്നു നമ്മുടെ ഈ സിന്ധു നദീതട സംസ്കാരം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. കാര്യം എന്താ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ പുസ്തകങ്ങൾ വെച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പഠനമൊക്കെ നമ്മൾ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഇതാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതായത് ആധുനിക ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നാണ് പറയുന്നത്. ആധുനിക ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരമായിട്ടാണ് കണക്കാക്കുന്നത്. അത് നമ്മുടെ തനതായ സംസ്കാരമായിരുന്നു. കാരണം ആര്യന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തനത് സംസ്കാരം എന്ന് പറയുന്നത് അതായിരുന്നു ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം. അതുകൊണ്ട് ആര്യൻ സംസ്കാരമല്ല, ആര്യൻ കൾച്ചർ അല്ല സിന്ധു നദീതട സംസ്കാരമെന്നും പകരം അതൊരു ദ്രാവിഡ സംസ്കാരമായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഒരു ദ്രാവിഡ നദീതട സംസ്കാരമായിരുന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെയോ ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാര്യം എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഈ പറയുന്ന ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കാൻ കാര്യം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇനി ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ജോൺ മാർഷൽ എന്ന് പറയുന്നയാളാണ്, അല്ലേ? ജോൺ മാർഷൽ. അപ്പോൾ ജോൺ മാർഷൽ ഇത് ഉപയോഗിച്ചത് 1921 ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് ജോൺ മാർഷലാണ്. ജോൺ മാർഷലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇന്ത്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് പക്ഷേ ആരാണ്? ഗ്രീക്കുകാരാണ്. അവർക്ക് സിന്ധു എന്ന് പറയുന്ന പദം വാക്കിൽ വരാതിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഇൻഡോയ് എന്ന് വിശേഷിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗ്രീക്കുകാരാണ് എന്ന് പറയുന്നത്. പേർഷ്യക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ I വരില്ല, എസും വരില്ല, അവർക്ക് H ആണ് വരുന്നത്, H. അതുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ സിന്ധ് എന്നൊന്നും പറയാൻ പറ്റാതിരുന്നുകൊണ്ട് അവർ വിശേഷിപ്പിച്ച പേരാണ് ഹിന്ദ് എന്ന് വിളിച്ചു. അതുകൊണ്ട് സിന്ധു നദിക്കിപ്പുറത്തുള്ള പ്രദേശം ഹിന്ദുസ്ഥാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല ഇതിന് സമകാലികമായിട്ടല്ല, നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന് സമകാലികരായിട്ടുണ്ടായിരുന്ന
സുമേറിയൻ സംസ്കാരം, അവിടുത്തെ ജനത നമ്മൾ വിശേഷിപ്പിച്ച പേരാണ് മെലൂഹൻ, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തെ സുമേറിയക്കാർ വിശേഷിപ്പിച്ചിരുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ അത് മെലൂഹ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പുരാതന കാലത്ത് മെലൂഹ എന്ന പേരിൽ എഴുത്തുകുത്തുകളിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ സിന്ധു നദീതട സംസ്കാരം തന്നെ ആയിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ സിന്ധു നദീതട നിവാസികൾ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ ഇരുമ്പ് എന്ന് പറയുന്ന സാധനമായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്, മറിച്ച് ചെമ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിന്ധു നദീതട നിവാസികൾ ഉപയോഗിച്ച ചെമ്പിനെ താമ്രം എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു, താമ്രം. അതുകൊണ്ട് തന്നെ ഇത് വിശേഷിപ്പിക്കുന്ന പേര് താമ്രശിലാ സംസ്കാരം എന്ന പേരിൽ, അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ എന്ന പേരിൽ എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സിന്ധു നദീതട നിവാസികൾ ഉപയോഗിച്ചിരുന്ന ഗൃഹോപകരണങ്ങളും ആയുധങ്ങളുമെല്ലാം ചെമ്പ് കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതിർത്തികൾ, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറുകൾ എവിടെ വരെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിന്ധു നദീതട സംസ്കാരത്തെ നമ്മൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ദിക്കുകളായി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ, അല്ലെ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സുത്ക ജണ്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലേ, സുത്ക ജണ്ടോർ എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് ബലൂചിസ്ഥാനിലാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം എന്ന് വെച്ചാൽ പഷ്തൂണിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് വളരെയധികം വേരോട്ടമുള്ളൊരു പ്രദേശമാണ്. ചിലപ്പോൾ പാകിസ്ഥാനെ പിളർത്തിക്കൊണ്ട് പഷ്തൂണിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം പുതിയതായിട്ട് രൂപപ്പെട്ടു വന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ പടിഞ്ഞാറ് ബലൂചിസ്ഥാനിലെ സുത്കജണ്ടൂർ എന്ന സ്ഥലമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി ഇത് കിഴക്ക് എങ്ങോട്ട് വരെയുണ്ട്, അത് ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ എന്നൊരു സ്ഥലം വരെയുണ്ട്. ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ വരെ എന്തുണ്ട്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതിർത്തിയുണ്ട്. ഇനി വടക്കോട്ട് പോയി കഴിഞ്ഞാലോ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ്, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പഞ്ചാബ് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ മാംഡ എന്നൊരു സ്ഥലമുണ്ട്. ജമ്മു കാശ്മീരിലെ മാംഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ജമ്മു കാശ്മീരിലെ മാംഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇനി ഇത് എങ്ങോട്ട് പോകണം, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ, തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തെക്കോട്ട് ദൈമാബാദ്, മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെയൊക്കെ ബോർഡറായിട്ടുള്ള ദൈമാബാദ് വരെയാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാം പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലും കാശ്മീരിലും പഞ്ചാബിലും യു പിയിലും ഹരിയാനയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരുപാട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സൈറ്റുകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ടെത്തിയതും അതിന് നേതൃത്വം കൊടുത്തതുമായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഹാരപ്പ കണ്ടുപിടിച്ചത് ദയാറാം സാഹിനിയാണ്. അതാണ് DR സാഹിനി എന്ന പേരിൽ കൊടുത്തിരിക്കുന്നത്. മൊഹൻജദാരോ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് RD ബാനർജിയാണ്. ധോളാവീര കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജഗത്പതി ജോഷി എന്നാണ് ആ പേരിൻ്റെ ഉത്തരം. പിന്നെ ചൻഹോദാരോ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് NG മജുംദാറാണ് ചൻഹോദാരോ കണ്ടുപിടിച്ചത്. സുർക്കോത്താട കണ്ടുപിടിച്ചത് ജഗത്പതി ജോഷിയാണ് സുർക്കോത്താട കണ്ടുപിടിച്ചിരിക്കുന്നത്. ലോഥൽ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് SR റാവുവാണ് ലോഥൽ കണ്ടുപിടിച്ചത്. റോപ്പാർ കണ്ടുപിടിച്ചത് ആരാണ്, അത് YD ശർമ്മയാണ്. റോപ്പാർ കണ്ടുപിടിച്ചിരിക്കുന്നത് YD ശർമ്മയാണ്. കോട്ട് ഡിജി എന്നൊരു സ്ഥലമുണ്ട്. കോട്ട് ഡിജി കണ്ടുപിടിച്ചിരിക്കുന്നത് FA ഖാനാണ്. കോട്ട് ഡിജി കണ്ടുപിടിച്ചിരിക്കുന്നത്. ആഹി എന്ന സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നത് NG മജുംദാറാണ്. ആഹി കണ്ടുപിടിച്ചിരിക്കുന്നത് NG മജുംദാറാണ്. സുത്ക ജണ്ടോർ എന്ന് വെച്ചാൽ അതെവിടെയാണ്, അതിനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് സ്റ്റെയിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുത്ക ജണ്ടോർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബെനവാലി കണ്ടുപിടിച്ചിരിക്കുന്നത് RS ബിഷ്താണ്. RS ബിഷ്താണ് ബെനവാലി കണ്ടുപിടിച്ചിരിക്കുന്നത്. ബെനവാലി ബിഷ്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ആലംഗീർപൂർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, ആലംഗീർപൂർ കണ്ടുപിടിച്ചിരിക്കുന്നത് YD ശർമ്മയാണ്. ആലംഗീർപൂർ കണ്ടുപിടിച്ചിരിക്കുന്നത് YD ശർമ്മയാണ്. രംഗപൂറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് MT വാട്ട്സ് ആണ്. MT വാട്ട്സ് ആണ് രംഗ്പൂർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിയത് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകളും അത് കണ്ടുപിടിച്ച ആളുകളെക്കുറിച്ചുമാണ്. ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ഓരോ സ്ഥലത്തെക്കുറിച്ചും ഓരോ പ്രദേശത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതായത് പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ഹാരപ്പ കണ്ടുപിടിച്ചത് ദയാറാം സാഹിനിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദയാറാം സാഹിനി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത് ചാൾസ് മേസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ചാൾസ് മേസൺ. ഈ ചാൾസ് മേസൺ എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു സൈനികനായിരുന്നു, അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു സൈനികനും ചരിത്ര പര്യവേഷകനുമായിരുന്ന ചാൾസ് മേസൺ ആണ് ഈ ഹാരപ്പയുടെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ അന്ന് അത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിക്കപ്പെട്ടിരുന്ന ഭാഗമായിരുന്നൊരു പ്രദേശമാണ് എന്ന് ചാൾസ് മേസണ് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിരുന്നില്ല.
എന്നാൽ ഇത് 1921 രവി നദിയുടെ തീരത്തുള്ള ഹാരപ്പയിലെ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ദയാറാ സാഹ്നിയാണ് ഇത് കണ്ടെത്തിയത്. ഋഗ്വേദത്തിൽ ഹരിയുപിയ എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സ്ഥലം ഹാരപ്പയാണ് എന്ന പേരിൽ കണ്ടെത്തിയതാരാണ്? അത് നമ്മുടെ ദയാറാം സാഹ്നിയാണ്. അതുകൊണ്ട് തന്നെയാണ് 1921 ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നിയാണെന്ന് പറയുന്നത്. ഇതെവിടെയായിരുന്നു? ഇത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള പഞ്ചാബ് എന്ന് പറഞ്ഞൊരു പ്രവിശ്യയിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് എന്നുള്ള പ്രവിശ്യയിൽ മോണ്ട്ഗൊമറി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. മോണ്ട്ഗൊമറി ഡിസ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, പാകിസ്ഥാനിലെ പഞ്ചാബിലെ സഹിവാൾ എന്ന ജില്ലയിലായിരുന്നു. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലാണെങ്കിൽ മോണ്ട്ഗൊമറി ഡിസ്ട്രിക്റ്റിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ സഹിവാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ധാന്യമണികൾ കണ്ടെത്തി എന്നുള്ള പ്രദേശമാണ് ഇത്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ധാന്യമണികൾ, അതായത് ഗോതമ്പിൻ്റെ കൃഷി പഴയ കാലത്തുണ്ടായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ഖനന സ്ഥലമാണ് ഈ പറയുന്ന ഹാരപ്പ എന്ന് പറയുന്നത്. ഇവിടെയാണ് 200 അടി നീളവും 150 അടി വീതിയുമുള്ള ഒരു വലിയ പത്തായപ്പുര കണ്ടെത്തിയത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഹാരപ്പയിലാണ്. അല്ലെ, 200 അടി നീളവും 150 അടി വീതിയുമുള്ള ഒരു വലിയ പത്തായപ്പുര കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഹാരപ്പയിലാണ്. മാത്രമല്ല ഈ പത്തായപ്പുരയ്ക്ക് എന്താണ്, 2 വരിയുണ്ട്. അല്ലെ, 6 പത്തായപ്പുരകളുടെ 2 വരി കണ്ടെത്തിയ സ്ഥലമാണ് വെച്ചാൽ ഈ പറഞ്ഞ ഹാരപ്പയാണ്. അതായത് പത്തായപ്പുരകൾ ഒരുപാടെണ്ണം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ചാരറ്റ്, എങ്ങനെയുള്ള ചാരറ്റാണ്? കോപ്പർ ചാരറ്റാണ് ഇവിടുന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് ചെമ്പ് രഥം ലഭിച്ചിട്ടുണ്ട്. അതായത് മേൽമൂടിയുള്ള, അതായത് ഈ പഴയ കാലത്ത് ചക്രവർത്തിമാരൊക്കെ യുദ്ധം ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് സഞ്ചരിച്ചിരുന്ന വെൺകൊറ്റ കുടവച്ച ചെമ്പ് രഥം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരു പ്രതിമ ലഭിച്ചിട്ടുണ്ട്, ഒരു ബിയേഡ് പ്രീസ്റ്റിൻ്റെ പ്രതിമ. അതായത് ബിയേഡ് പ്രീസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു പുരോഹിതനാണ്, ഒരു പുരുഷ ശരീരമാണ്. അത് ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചൊരു പുരുഷ ശരീരവും ഇവിടെ നിന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സുപ്രധാനമായ തെളിവുകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മോഹൻജൊദാരോയിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അല്ലേ, എന്താണ് മോഹൻജൊദാരോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, മോഹൻജൊദാരോ എന്താണ് മോഹൻജൊദാരോയിൽ പറയുന്നത്? ഇനി നമുക്ക് മോഹൻജൊദാരോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. അല്ലേ, മോഹൻജൊദാരോ എന്ന് വെച്ചാൽ എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മളിങ്ങനെ ഖനനങ്ങൾ നടത്തുമല്ലോ, അത്തരത്തിൽ 2ാമത് ഖനനം നടന്ന പ്രദേശമാണ് ഈ പറയുന്ന മോഹൻജൊദാരോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? മരണപ്പെട്ടവരുടെ കുന്ന്, അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ഡെഡ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. എന്താണ്, സിന്ധി ഭാഷയിലാണ് ഈ പ്രദേശത്തിനെ മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപ് എക്സ്കവേഷൻസ് ആരംഭിച്ചപ്പോൾ ഏറ്റവും വലിപ്പമുള്ള എക്സ്കവേഷൻസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ മോഹൻജൊദാരോ ആയിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് കണ്ടെത്തിയ ഏറ്റവും വിസ്തീർണം കൂടിയ നമ്മുടെ എക്സ്കവേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഖനന കേന്ദ്രം എന്ന് പറയുന്നത് മോഹൻജൊദാരോ ആയിരുന്നു. നമുക്കറിയാം ഇതിന് നേതൃത്വം കൊടുത്തത്, ഇത് കണ്ടുപിടിക്കാൻ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? R.D. ബാനർജിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അതായത് നമ്മൾ കണ്ട 2 സൈറ്റുകളായിട്ടുള്ള ഹാരപ്പയും മോഹൻജൊദാരോയും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനിലാണ് കേട്ടോ. അത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ 2 സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഈ സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അത് എവിടെയാണ്? പാകിസ്ഥാനിലെ ലർഖാന എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മോഹൻജൊദാരോയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിർമ്മിതി എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മഹാസ്നാനഘട്ടമാണ്. അതായത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞത് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് മോഹൻജൊദാരോയിൽ കാണപ്പെടുന്നതാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയോ പ്രോട്ടോശിവ എന്ന പേരിൽ, ശിവന് മുൻപുള്ള ശിവരൂപം എന്ന പേരിൽ അറിയപ്പെടുന്ന പശുപതി മഹാദേവനുണ്ട്. ഈ പശുപതി മഹാദേവൻ്റെ ഒരു മുദ്ര, അതേപോലെ തന്നെ മെസോപ്പൊട്ടോമിയ എന്ന രാജ്യവുമായിട്ട് വ്യാപാരം നടത്തിയിരുന്ന ആൾക്കാരായിരുന്നല്ലോ ഇവർ. അതുകൊണ്ട് ഈ മെസോപ്പൊട്ടോമിയയിലുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള മുദ്രകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അസംബ്ലി ഹാളുകൾ, അതായത് യോഗം നടത്തുന്നതിനുള്ള അസംബ്ലി ഹാള്, ഒരു ഡാൻസിങ് ഗേളിൻ്റെ പ്രതിമ, താടി വെച്ച ഒരു പ്രീസ്റ്റ്, അല്ലേ, പ്രീസ്റ്റ് കിങ് പ്രതിമ, അതായത് താടിയുള്ള ഒരു പ്രീസ്റ്റിൻ്റെ പ്രതിമ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കിട്ടിയത് മോഹൻജൊദാരോയിൽ നിന്നാണ്. അപ്പോൾ മോഹൻജൊദാരോയിൽ നിന്നാണ് നമുക്ക് പശുപതി മഹാദേവൻ്റെ മുദ്ര കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുള്ള മറ്റൊന്നാണ് ഏതാണ്, അതായത് മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള സിലിണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നർത്തകി ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിങ്ങിൻ്റെ പ്രതിമ, അതായത് താടി വെച്ചൊരു പ്രീസ്റ്റിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത കാര്യം നോക്കിയാൽ എന്തായിരിക്കാം? മോഹൻജൊദാരോയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മളൊരു നീന്തൽക്കുളം കണ്ടെടുത്തിട്ടുണ്ട്, അല്ലേ, നീന്തൽക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണ്? വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. അതായത് 39 അടി നീളമുണ്ട്. 39 അടി നീളമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 12 അടി നീളം, ഒരു വോളിബോൾ കോർട്ടിൻ്റെ
ആ വലിപ്പത്തിലുള്ള ഒരു നീന്തൽക്കുളം അവിടെ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 39 അടി നീളവും 29 അടി വീതിയുമുള്ള, അല്ലെങ്കിൽ 8 അടി താഴ്ചയുമുള്ള, അതായത് ഒരു മനുഷ്യൻ ഇറങ്ങി എന്നാൽ കാണാൻ പറ്റില്ല അത്രയും വലിയ ഒരു നീന്തൽക്കുളം അവിടെ നിന്നും ഇവർക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, ഒരു വലിയൊരു കെട്ടിടം, അതായത് ഒരു പത്തായപ്പുര എന്ന് പറഞ്ഞ ഒരു സംവിധാനം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 280 അടി നീളവും 78 അടി വീതിയുമുള്ള ഒരു വലിയ കെട്ടിടം മൊഹൻജദാരോയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ധാന്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു പത്തായപ്പുരയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മറ്റാരുമല്ല, സർ മോർട്ടിമർ വീലറാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. എങ്ങനെയാണെന്ന്, ഈ പത്തായപ്പുരയാണെന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ മോർട്ടിമർ വീലറാണ്. ഇനി അടുത്ത പരിപാടി നമ്മൾ നോക്കിയാൽ ഡ്രൈനേജ് സംവിധാനം എന്ന് പറഞ്ഞത് ലോകത്തിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ ഇൻഡസ് വാലി സൈറ്റായിട്ടുള്ള മൊഹൻജദാരോയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈനേജ് സംവിധാനം ആവിഷ്കരിച്ചതെന്ന് പറയുന്നത്. ആ ഡ്രൈനേജ് സംവിധാനം എന്ന് പറയുന്നത് എന്താണ്, വെള്ളം ഒഴുകിപ്പോകുന്ന സംവിധാനമാണ്. മാത്രമല്ല ഇവിടെ ചില പ്രദേശങ്ങളിൽ ഈ അസ്ഥികൂടങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കണക്കാക്കപ്പെടുന്നതാണ് ആളുകൾ കൂട്ടത്തോടുകൂടി മരണപ്പെട്ടു. അങ്ങനെ ആളുകൾ കൂട്ടത്തോടുകൂടി മരണപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നിഗമനവും ഈ പറയുന്ന മൊഹൻജദാരോയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ മൊഹൻജദാരോ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ എന്താണ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൊഹൻജദാരോ. അപ്പോൾ മൊഹൻജദാരോയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നു ചോദിച്ചാൽ 1980 മൊഹൻജദാരോയെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഈ മൊഹൻജദാരോ എന്ന് പറയുന്നത് 2600 BC 26-ാം നൂറ്റാണ്ടിൽ, അതായത് BC 2600 നിർമ്മിക്കപ്പെട്ടെങ്കിലും ഒരു 7 ശതകങ്ങൾ, അതായത് 700ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ BC 19 ഇത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ലോത്തൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സൈറ്റ് ഉണ്ട്. ആ ലോത്തലിൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ ഗുജറാത്തിലാണ് ഇതുള്ളത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ കാണപ്പെടുന്ന ഒരു സൈറ്റാണ് ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തുവാനായിട്ട് മുൻകൈയെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ SR റാവു എന്ന് പറയുന്ന ഒരു ഖനനം നടത്തിയ വിദഗ്ധനാണ് ഇത് കണ്ടെത്തിയത്. SR റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് സബർമതി നദിയുണ്ടല്ലോ, സബർമതി നദിയും അതിൻ്റെ പോഷക നദികൾക്കും ഇടയിലായിരുന്നു ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ലോത്തലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ സ്കൂൾ തലം തൊട്ട് തന്നെ പഠിക്കുന്നത് എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരമായിട്ട് കണക്കാക്കുന്നത് ലോത്തലിനെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോത്തൽ എന്ന് പറയുന്നത്. അതിനുത്തരമായിട്ട് കണ്ടെത്തുന്ന കാര്യം എന്താണ്, ഒരു ഡോക്ക് യാർഡ്, അതായത് നമ്മുടെ ഒരു ബോട്ട് യാർഡിലെ ഡോക്ക് യാർഡ് എന്ന് പറയുന്ന പോലെ കപ്പലുകളൊക്കെ നിർമ്മിക്കുന്ന അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രദേശം ഇവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട്, അതായത് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് അടക്കം ചെയ്തത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്, അത് ഈ പറയുന്ന ലോത്തലിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ അവർ ഉമി ഉപയോഗിച്ച റൈസ് ഹസ്ക് എന്ന് പറയുന്ന സാധനം, തവിട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അപ്പോൾ തവിടിൻ്റെ അംശം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ഒരു തേര് അല്ലെങ്കിൽ ഒരു സ്കെയിൽ എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലില്ല, അപ്പോൾ ആനക്കൊമ്പിൽ നിർമ്മിച്ച ഒരു സ്കെയിലും അതേപോലെ റൈസ് ഹസ്ക് അഥവാ തവിട് അല്ലെങ്കിൽ ഉമി എന്ന് പറഞ്ഞ് ലഭിച്ചിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും കൂടി ഒരുമിച്ച് അടക്കം ചെയ്തത് ഇവിടെയാണെന്ന് പറയുന്നു. മാത്രമല്ല ഈ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന ആ പ്രദേശവുമായിട്ട് പരുത്തി തുണിയുടെ വ്യാപാരം നടത്തപ്പെട്ടിരുന്നത് കപ്പൽ വഴി ആയിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്നാണ് എന്നാണ് പറയുന്നത്. ലോത്തൽ കണ്ടെത്തിയതെന്നാണ്, സ്വാതന്ത്ര്യാനന്തരമാണ് ലോത്തൽ കണ്ടെത്തിയത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ലോത്തൽ എന്ന് നമ്മൾ ഓർത്തേക്കുക. ഇനി ലോത്തൽ എന്നുള്ള ഗുജറാത്തി വാക്കിൻ്റെ അർത്ഥം എന്താണ്, ആ മൊഹൻജദാരോ എന്നുള്ള അതേ പദത്തിൻ്റെ അർത്ഥമായിട്ടുള്ള മരണപ്പെട്ടവരുടെ കുന്ന് എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ലോത്തൽ എന്ന പ്രദേശത്തിൻ്റെയും അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് ഒന്ന് കിടക്കാം. അടുത്ത സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ധോളാവീര എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. അപ്പോൾ ലോത്തലിന് ശേഷം ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സൈറ്റാണ് ധോളാവീര എന്ന് പറയുന്നത്. ഇത് കച്ച് ജില്ലയിലാണ്. കച്ച് ജില്ലയിലുള്ള ഖാദിർ ദ്വീപ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ പറയുന്ന ധോളാവീരയുള്ളത്. ഇത് കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ജഗത്പതി ജോഷിയാണ്. വലിയ പേരൊന്നും ചോദിച്ചില്ലെങ്കിലും ധോളാവീര ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗുജറാത്തിലാണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സെറ്റിൽമെൻറ്റുകൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ധോളാവീരയിലാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ധോളാവീരയിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ധോളാവീര എന്ന് ഓർക്കുക കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏതാണ്, ഒരു സൈറ്റാണല്ലേ, കാളിബംഗൻ എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാളിബംഗനെ കുറിച്ച് നമുക്ക് നോക്കാം. കാളിബംഗൻ എന്താണ്, ഇവിടുത്തെ സൈറ്റാണെന്നറിയാലോ കാളിബംഗൻ. എവിടെയുള്ളതാണ് കാളിബംഗൻ,
കാളിബംഗൻ രാജസ്ഥാനിലെ സൈറ്റാണ്. രാജസ്ഥാനിലെ ഖഗർ നദിയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൈറ്റാണ് കാളിബംഗൻ എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയ ആൾ ഇന്ത്യക്കാരനല്ല, പക്ഷേ ഇത് ആരുടെ പേരാണ് പറയുന്നത്? ഒരു ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ്, അദ്ദേഹം ഇൻഡോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയെക്കുറിച്ചും കിഴക്കിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻഡോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയിജി പിയോ ടെസിറ്റോറിയാണ്. പേരൊന്നും ഇവിടെ ചോദിക്കൽ പഠിക്കാൻ വേണ്ട നമ്മൾ. പക്ഷേ ഇത് ഹാരപ്പൻ സൈറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഹാരപ്പൻ സൈറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതായിട്ട് തിരിച്ചറിഞ്ഞത് അമലാനന്ദ ഘോഷ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. എ ഘോഷ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത്. ഈ കാളിബംഗൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? കറുത്ത വളകൾ. കറുത്ത വളകളെന്ന് അർത്ഥം വരുന്നതാണ് കാളിബംഗൻ എന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം. പിന്നെയോ ഇവിടെ പ്ലൗഡ് ഫീൽഡ്, അതായത് കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഉഴുതുമറിച്ച ഇടം എന്ന് പറയുന്നത് ഈ കാളിബംഗനാണ് കേട്ടോ. പിന്നെ ലോകത്തിലെ ആദ്യത്തെ ഉഴുതുമറിച്ച വയലുകൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. മറ്റുള്ളിടത്തൊന്നും വയലുകൾ ഉഴുതുമറിക്കാതെയായിരിക്കാം കൃഷി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഉഴുതുമറിച്ച വയലുകൾ കണ്ടെത്തിയത് എവിടെ എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ കാളിബംഗൻ എന്നുള്ള ആ ഒരു സൈറ്റിൽ തന്നെയാണ്. പിന്നെയോ ചെമ്പ് എന്ന് പറയുന്ന ആ സംവിധാനം അല്ലേ, സാങ്കേതിക വിദ്യ സംബന്ധിച്ച തെളിവുകൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെമ്പ് എന്ന് പറഞ്ഞ സംവിധാനം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തടി കൊണ്ടുള്ള കലപ്പ, അതായത് വുഡൻ പ്ലോ എന്ന് പറയുന്ന തടി കൊണ്ടുള്ള കലപ്പ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. തടി കൊണ്ടുള്ള കലപ്പ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒട്ടകത്തിൻ്റെ അസ്ഥി, അതായത് ക്യാമലിൻ്റെ ആ ബോൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബലി നടന്നിരുന്നു, അതായത് മൃഗബലിയും ജന്തുബലിയൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്ന ഒരു ബലിപീഠം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിണറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിണർ, ബലിപീഠം, ഒട്ടകത്തിൻ്റെ അസ്ഥി, തടി കൊണ്ടുള്ള കലപ്പ, ചെമ്പ് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. മാത്രമല്ല കറുത്ത വളകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കാളിബംഗൻ എന്നുള്ള പേര് തന്നെ ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയേ, പ്രധാനപ്പെട്ട കുറച്ച് ഗോൾഡൻ GK എന്ന പേരിൽ ഇവർ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് മനുഷ്യൻ ആദ്യമായിട്ട് മെരുക്കി വളർത്തിയ മൃഗത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് അല്ലേ. മനുഷ്യൻ ആദ്യമായിട്ട് മെരുക്കി വളർത്തിയ മൃഗത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, നായ. ഇപ്പോഴും നമ്മളുടെ ഒപ്പം തന്നെയാണ് ഇത്. അതേപോലെ സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയ്ക്ക് കുതിരയുടെ ഉപയോഗം അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാവാം കുതിരപ്പുറത്ത് വന്ന ആര്യന്മാർക്ക് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയെ തോൽപ്പിക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. പിന്നെ ഇവർ ഭാരം വഹിക്കുവാനായിട്ട് കാള ഉപയോഗിച്ചിരുന്നു, അതായത് കാളവണ്ടിയിലായിരുന്നു ഇവരുടെ യാത്രയും കച്ചവടവുമെല്ലാം എന്നറിയുക. പിന്നെ പാമ്പിനെ ഇവർ ആരാധിച്ചിരുന്നു. അതുറപ്പല്ലേ, പശുപതി മഹാദേവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ആരാണ്? പാമ്പാണ്. അപ്പോൾ പാമ്പിനെ അവർ ആരാധിച്ചിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിച്ചിരുന്ന മുദ്ര എന്ന് വെച്ചാൽ കാളയാണ്. ദൈവികമായിട്ട് ഋഷഭവാഹനം എന്നൊക്കെ പേരിൽ, കാള, യൂണിക്കോൺ എന്നൊക്കെയുള്ള പേരിൽ ഇവർ കാളയെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് കാള ഇവർ ആരാധിച്ചിരുന്ന ഒരു സംവിധാനമാണെന്ന് കണക്കാക്കാം. പിന്നെ ഇവരുടെ പ്രത്യേകതകൾ, നമ്മൾ വലിയ പത്തായപ്പുര അല്ലെ, ഗ്രേറ്റ് ഗ്രാനറി കണ്ടെത്തിയത് എവിടെയാണ്? ഹാരപ്പയിലാണ്. ഗ്രേറ്റ് ബാത്ത്, അതായത് മഹാസ്നാനഘട്ടം കണ്ടെത്തിയത് മൊഹൻജദാരോയിലാണ്. ഉഴുതുമറിച്ച നിലം കണ്ടെത്തിയത് കാളിബംഗനിലാണ്. തുറമുഖം കണ്ടെത്തിയത് എവിടെയാണ്? അത് ലോഥലിലാണ്. ദ്വീപിലുള്ള സംസ്കാര കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ധോളാവീരയാണ് ദ്വീപിലുള്ള സംസ്കാര കേന്ദ്രമായിട്ട് പറയുന്നത്. റേഡിയൽ സ്ട്രീറ്റ് ബനവാലിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒട്ടകത്തിൻ്റെ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത് കാളിബംഗനിലുമാണ്. ഇനി നമുക്ക് അടുത്ത ചില കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. നമ്മളിപ്പോൾ നോക്കിയത് കാളിബംഗനെ കുറിച്ചാണ്. കാളിബംഗൻ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണെന്നും അത് ഖഗർ നദിയുടെ ദക്ഷിണ ഭാഗത്താണെന്നും നമുക്കറിയാം. ഈ കാളിബംഗൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കറുത്ത വളകൾ എന്നാണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. മാത്രമല്ല ഇത് കറുത്ത വളകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? ഉഴുതുമറിച്ച വയലും നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കണ്ടെത്തിയ എന്താണ്? ചെമ്പിൻ്റെ സാങ്കേതികവിദ്യ അറിയുന്ന ആൾക്കാരായിരുന്നു. തടി കൊണ്ടുള്ള കലപ്പ കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ അസ്ഥി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബലി നടന്ന ബലിപീഠം കണ്ടിട്ടുണ്ട്. കിണറുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണിത്. ഇതിന് പുറമെ നോക്കിയാൽ എന്താണ്? നമ്മുടെ സൈന്ധവ സംസ്കാരത്തിൻ്റെ മൂന്നാമത്തെ തലസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ തലസ്ഥാനം ഏതാണ്? അത് ഹാരപ്പയാണ്. രണ്ടാമത്തെ തലസ്ഥാനം ഏതാണ്? അത് മോഹൻജദാരയാണ്. അപ്പോൾ ഇത് രണ്ടും എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഉള്ളിലുള്ള സ്ഥലമാണ് കാളിബംഗൻ എന്ന് പറയുന്നത്. കാളിബംഗനെയാണ് നമ്മൾ മൂന്നാമത്തെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ ഇത് നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സിന്ധു നദീതട നാഗരികതയുടെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും മറ്റ് കാര്യങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. എന്താണ് സംഭവങ്ങൾ? പഞ്ചാബിൽ സത്ലജ് നദിയുടെ തീരത്തുള്ള റോപ്പറിൽ അല്ലേ ഉത്ഖനനം നടത്തിയിരുന്നു. അപ്പോൾ റോപ്പർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എന്നറിയിക്കുക. സത്ലജ് നദിയുടെ തീരത്ത് റോപ്പാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഉത്ഖനനം നടത്തിയിരിക്കുന്നത് ആരാണ്? അത് YD ശർമ്മ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഉത്ഖനനം നടത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഹാരപ്പൻ നഗരത്തിൻ്റെ പ്രത്യേകത എന്താണ്? റോപ്പാറിൻ്റെ മനുഷ്യനോടൊപ്പം നായക്കുട്ടികളെയും അല്ലെങ്കിൽ നായ്ക്കളെയും അടക്കം ചെയ്ത സ്ഥലമാണ് റോപ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് റോപ്പാർ എന്ന് പറയുന്ന സ്ഥലമെന്നോർത്തേക്കുക.
പിന്നെയോ മറ്റൊരു നദിയുണ്ട്, ബനവാലി എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ബനവാലിയിൽ RS ബിഷ്ത് എന്ന് പറഞ്ഞ ആളാണ് ഉത്ഖനനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നോക്കിയാൽ എന്താണ്, കോട്ട കെട്ടി സംരക്ഷിതമാക്കിയിട്ടുള്ള ഒരു തെരുവുകൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഡിറ്റർജൻറ്റിൻ്റെ ഉപയോഗമുണ്ടായിരുന്ന സൈറ്റും ബനവാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇനി അടുത്തൊരെണ്ണം ഉണ്ട്, എന്താണ്, റോജ്ഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് രംഗ്പൂർ എന്ന് പറയുന്ന ഒരു സൈറ്റിലാണുള്ളത്. അപ്പോൾ രംഗ്പൂർ സൈറ്റ് എവിടെയാണ്? ഗുജറാത്തിലുള്ള രംഗ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റുണ്ട് എന്ന് നമ്മൾ ഓർത്തേക്കുക. പിന്നെ ഗുജറാത്തിലെ കച്ച് ജില്ല അല്ലേ, അവിടെയാണ് സുർക്കോട്ടാഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റുണ്ട്. ഈ സുർക്കോട്ടാഡയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധു നദിയുടെ നിവാസികൾക്ക് കുതിരയെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും കുതിരയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. കൂടാതെയോ പാമ്പുകൾക്കെതിരായിട്ടുള്ള സംരക്ഷണത്തിനായിട്ട് കീരികളെ വളർത്തിയിരുന്ന സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന സുർക്കോട്ടോടയാണ്. ആനയുടെയും ചെന്നായ്ക്കളുടെയും എല്ലാം അസ്ഥിയും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്, ഇവിടെ കോട്ടയുണ്ടായിരുന്നു. കോട്ട കെട്ടി സംരക്ഷിതമായിരുന്നൊരു പ്രദേശമായിരുന്നു ഈ സുർക്കോട്ടാട. അപ്പോൾ സുർക്കോട്ടാടയിൽ കുതിരയുടെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്, ആനയുടെയും ചെന്നായിയുടെയും അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെയോ കീരികളെ വളർത്തിയിരുന്നൊരു സ്ഥലമായിരുന്നു പാമ്പുകൾക്കെതിരെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ അടുത്തത് ഭിരാന എന്ന് പറയുന്ന ഒരു സംസ്കാര കേന്ദ്രമുണ്ട്. ഭിരാന എന്താണ് ഭിരാനയുടെ പ്രത്യേകത? ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ളൊരു സംസ്കാര കേന്ദ്രമായിട്ടാണ് ഭിരാനയെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള കേന്ദ്രമാണ് ഭിരാന എന്ന് പറയുന്നത്. ഭിരാന ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള സംസ്കാര കേന്ദ്രമായിട്ടാണ് ഭിരാനയെ കണക്കാക്കുന്നത്. പിന്നെയോ ഏറ്റവും വലിയ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൈന്ധവ സംസ്കാര കേന്ദ്രം എന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ 300 ഹെക്ടറിലുള്ള ഒരു പ്രദേശമാണ്. 300 ഹെക്ടറിലുള്ള ഈ പ്രദേശത്തിൻ്റെ പേരെന്താണ്? ഹിസാർ എന്നാണ് പറയുന്നത്. ഹിസാർ എവിടെയുള്ളത്? ഹിസാർ ഹരിയാനയിലാണുള്ളത്. ഇവിടെ എന്താണ്, നമ്മൾ ചുട്ട ബ്രിക്ക് അല്ലെങ്കിൽ ബേൺഡ് ബ്രിക്സ് ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഒരു കലത്തിൻ്റെ കളർ എന്ന് വെച്ചാൽ മഞ്ഞ കലർന്ന ചാര നിറത്തിലുള്ള കലം ഇവിടെയുണ്ട്. ഇത് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്രദേശം അല്ലേ, ഇത് ലഭിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? രംഗ്പൂർ എന്നൊരു സ്ഥലത്തു നിന്നാണ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ അക്വേഷ്യ ഉപയോഗിച്ചിട്ടുള്ള ആ ഫർണിച്ചറുകൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതാണ് പരശുറാം കാ ഖേര എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആലംഗീർപൂറിന് വിളിക്കുന്ന പേരാണ് പരശുറാം കാ ഖേര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരശുറാം കാ ഖേര എവിടെയാണ്? ആലംഗീർപൂറാണ്. ഇത് ഉത്തർപ്രദേശിൽ നിന്നാണ് നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള സിന്ധു നദിയുടെ തീരത്തുള്ള മറ്റൊരു സൈറ്റിൻ്റെ പേരാണ് ചൻഹൂദാരോ എന്നാണ് പറയുന്നത്. ചൻഹൂദാരോ. ഈ ചൻഹൂദാരോയുടെ പ്രത്യേകത പരുത്തി ഉൽപ്പന്നങ്ങളുടെ വ്യാപ്തി കാരണം സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ലങ്കാഷെയർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം. ഇപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ലങ്കാഷെയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഈ പറയുന്ന ചൻഹൂദാരോ എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു സിറ്റേഡൽ, അതായത് കോട്ട എട്ടിയിട്ടില്ലാത്ത ഒരു സൈന്ധവ നദീതട സംസ്കാര കേന്ദ്രമാണ് ചൻഹൂദാരോ എന്ന് പറയുന്നത്. കോട്ട കെട്ടിയിട്ടില്ല ഇവിടെ കേട്ടോ. പിന്നെയോ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സുത്കാജണ്ടോർ ഉദ്ഘാടനം. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഈ പറയുന്നിട്ടുള്ള ഓറൽ സെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രമാണ് കോട്ട് ദിജി എന്ന് പറയുന്നുണ്ട്. കുള്ളി എന്നിവ ഈ സൈറ്റുകളാണ്. പക്ഷേ ഇതെല്ലാം എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഇന്ന് ഈ സൈറ്റുകളെല്ലാം ഉള്ളത് കേട്ടോ. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സ്ഥലമാണ് ഈ സിന്ധു നദിയുടെ തീരമെന്ന് പറയുന്നത്. അപ്പോൾ കോട്ട് ഡിജി എന്ന് പറയുന്ന ഇഷ്ടികകളും കല്ലുകളും ഒക്കെ ഇവിടെ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെയോ കാണ്ടാമൃഗത്തിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? കാണ്ടാമൃഗം ഉണ്ടായിരുന്ന സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് ആംറി എന്ന് പറയുന്ന പ്രദേശം. ഇനി നിലവിൽ ഈ സിന്ധു നദിയുടെ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം. കാലിബംഗനുള്ളത് രാജസ്ഥാനിലാണ്, ലോത്തലുള്ളത് ഗുജറാത്തിലാണ്, രാഖിഗിഡിയുള്ളത് ഹരിയാനയിലാണ്, സുർക്കോട്ടാഡ ഉള്ളത് ഗുജറാത്തിലാണ്, റോത്പർ ഉള്ളത് പഞ്ചാബിലാണ്, രംഗപൂർ ഉള്ളത് ഗുജറാത്തിലാണ്, റോജ്ഡി ഉള്ളത് ഗുജറാത്തിലാണ്, ഭിരാന ഉള്ളത് ഹരിയാനയിലുമാണ്. ഇനി ഇത് ഏതെല്ലാം നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന നദീതീരത്തിൻ്റെ പേര് രവി നദി എന്നാണ്. മൊഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. ബനവാലി സ്ഥിതി ചെയ്യുന്നത് ഖഗർ നദിയുടെ തീരത്താണ്. ചൻഹൂദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. റോപ്പാർ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയുടെ തീരത്താണ്.
കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത് ഖഗർ നദിയുടെ തീരത്താണ്. ആലംഗീർപൂർ സ്ഥിതി ചെയ്യുന്നത് ഹിൻഡോർ എന്ന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് സിന്ധു നദീതട കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സിന്ധു നദീതട കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയതാണ് ഗോതമ്പ്, ബാർലി ഇവയായിരുന്നു പ്രധാനപ്പെട്ട വിളകളായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ ഗോതമ്പും ബാർലിയും സിന്ധു നദീതട കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകളായി കണക്കാക്കിയിരുന്നു. അതേപോലെ നെൽകൃഷി സംബന്ധിച്ചുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് ലോത്തലിൽ നിന്നും രംഗപൂരിൽ നിന്നും ഇവിടുത്തെ നെൽകൃഷി സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി നടത്തിയ ആൾക്കാരാരാണ്? അത് സിന്ധു നദീതട നിവാസികളാണ് ലോകത്തിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തിരിക്കുന്നത്. ഇവർ ഇണക്കി വളർത്തിയ മൃഗങ്ങളുണ്ട്. കാള, എരുമ, ഒട്ടകം, ആട്, പന്നി, ആന ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ ഇണക്കി വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ സിന്ധുതട നിവാസികൾ ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങളായിരുന്നു കാളയും എരുമയും ഒട്ടകവും ആടും പന്നി, ആന എന്നിവയൊക്കെ ഇണക്കി വളർത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് ആര്യന്മാർക്ക് സുപരിചിതമായിട്ടുള്ള ആ ഒരു കുതിര എന്ന് പറയുന്നത് സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് സുത്കാജണ്ടർ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ കാളകളെയാണ് ഇവരെ ഭാരം ചുമക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കണ്ടെത്താവുന്ന കാര്യമാണ്. ഇനി ഇവരുടെ ലിപിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലിപി. ഇതിനെയാണ് പിക്ടോഗ്രാഫിക് ലിപി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിക്ടോഗ്രാഫിക്കാണ്. പിന്നെ ഇത് ബോസ്ട്രോഫെഡൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇടത്തുനിന്ന് വലത്തേക്ക് ആദ്യം പോകുന്നു, പിന്നെ വലത്തുനിന്ന് ഇടത്തേക്ക് വരുന്നു. സാധാരണ അറബി പോലെയുള്ള ഭാഷകളാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തേക്കാണ് വരുന്നത്. നമ്മൾ സാധാരണ വായിക്കുന്ന ലിപിയാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നു. അപ്പോൾ ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നു, പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ട് പോകുന്നു, പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട്, അങ്ങനെ ഒന്നിടവിട്ട് എഴുതി പോകുന്ന ഒരു ബോസ്ട്രോഫെഡൻ ലിപിയായിരുന്നു ഇവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇനി വീണ്ടും നോക്കിയാൽ എന്താ കാണാൻ പറ്റുക? ഇവരുടെ പ്രധാനപ്പെട്ട ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ഇവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് വെച്ചാൽ എന്തായിരുന്നു? മദർ ഗോഡസ് ആയിരുന്നു. അതായത് ദേവീ സങ്കല്പമുള്ള ആൾക്കാരായിരുന്നു ഇവരെന്ന് വെച്ചാൽ മദർ ഗോഡസ് അല്ലെങ്കിൽ പെൺദൈവത്തെയായിരുന്നു ഇവർ കൂടുതലും ആരാധിച്ചിരുന്നത്. പുരുഷദേവൻ എന്ന് പറയാൻ നേരത്ത് ആരായിരുന്നു? ശിവൻ്റെ ആദിമ രൂപമായിട്ടുള്ള പശുപതി മഹാദേവനെയാണ് ഇവർ ആദ്യകാലങ്ങളിലായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവർ കൂടുതലും ശിവലിംഗം ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. അതായത് ശിവലിംഗത്തിൻ്റെ ആരാധനയുള്ള ആൾക്കാരായിരുന്നു ഇവരെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൽമരവും വേപ്പ് മരവും അതേപോലെ തന്നെ മുതുകത്ത് ഹമ്പുള്ള കാള, ഹംബ്ഡ് ബുൾ, അതുപോലെ പാമ്പ് എന്നിവയെല്ലാം ആരാധിക്കപ്പെട്ടിരുന്നു. ഈ ഹംബ്ഡ് ബുള്ളും അതേപോലെ തന്നെ മുതുകത്ത് പൂഞ്ഞിയുള്ള കാളയും പാമ്പും എല്ലാം ശിവൻ്റെ ആഭരണങ്ങളായിട്ടും വാഹനമായിട്ടും നമ്മളിപ്പോഴും കണക്കാക്കുന്നു. ആലിനെയും വേപ്പിനെയും ഔഷധ ഗുണമുള്ള സസ്യങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ചിഹ്നമായിട്ട് ഇവർ കൂടുതലും ഉപയോഗിച്ചിരുന്ന സ്വസ്തിക ചിഹ്നമാണ്. നമ്മുടെ മന്ത്രതന്ത്ര കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ സ്വസ്തിക എന്നുള്ള ചിഹ്നം ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ അഗ്നി എന്ന വിഭാഗം അല്ലെങ്കിൽ അഗ്നി എന്നുള്ള ദേവനെ ഇവർ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഗ്നി ആരാധനയുള്ള ഒരു വിഭാഗമായിരുന്നു ഇവർ. പിന്നെയോ മൃഗങ്ങളെ ബലി കൊടുത്തിരുന്നു. അപ്പോൾ മൃഗബലി ഉണ്ടായിരുന്ന ആൾക്കാരുമായിരുന്നു ഇവർ എന്നാണ് കണക്കാക്കുന്നത്. ഇനി ഇവരുടെ ഭരണ സംവിധാനം എപ്രകാരമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഇവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ആർക്കും വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമില്ല. എന്നാൽ നഗര ആസൂത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായൊരു ഭരണം ഉണ്ടായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പിന്നെ യുദ്ധങ്ങളും കലാപങ്ങളും ഒന്നും ഇല്ലാതിരുന്നു. ഇരുമ്പിൻ്റെ കണ്ടെത്തലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വ്യാപാരി സമൂഹമായിരിക്കാം ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം വ്യാപാരി സമൂഹം ഭരണത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാവും വ്യാപാരപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു കാര്യവും ഇവിടെ അനുമാനിക്കാവുന്നതാണ്. ഇനി ഇവിടുത്തെ അളവ് തൂക്കങ്ങളെക്കുറിച്ച് പരാമർശിക്കണം. അല്ലേ, അളവ് തൂക്കങ്ങളെക്കുള്ള പരാമർശം എന്താണ്? അളവ് തൂക്കങ്ങൾ 16 അതിൻ്റെ ഗുണിതങ്ങളുമാണ് ഇവർ ഈ അളവ് തൂക്കത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അളവ് തൂക്കത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് 16 അതിൻ്റെ ഗുണിതങ്ങളുമാണ് അളവ് തൂക്കങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ മാനക അളവിൽ 1, 2, 4 എന്ന അനുപാതത്തിൽ ചുട്ടെടുത്തിട്ടുള്ള ഇഷ്ടികകളുടെ ഉപയോഗമാണ് അളവ് തൂക്കത്തിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതായത് 1 കിലോ, 2 കിലോ, 4 കിലോ എന്ന രീതിയിൽ നമ്മൾ ത്രാസ് ഉപയോഗിക്കുന്ന പോലെ 1, 2, 4 എന്ന അനുപാതത്തിൽ ചുട്ടെടുത്ത ഇഷ്ടികകളായിരുന്നു ഇവരെ അളവ് തൂക്കങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി വീണ്ടും ഇവരുടെ ലോഹങ്ങളെക്കുറിച്ച് നോക്കിയാലോ, ഇവർക്കറിവുള്ള ലോഹങ്ങളെക്കുറിച്ച് നോക്കിയാലോ,
ഇരുമ്പ് എന്ന് പറയുന്നത് ഈ സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിട്ടുള്ളൊരു ലോകമായിരുന്നു ഇരുമ്പെന്ന് പറയുന്നത്. പിന്നെയോ ചെമ്പ്, സ്വർണം, വെള്ളി, ഈയം എന്നിവ ഇവരുപയോഗിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്വർണവും വെള്ളിയും ചെമ്പും ഈയവുമെല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നു. രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽ നിന്നാണ് ചെമ്പ് ഇവർക്ക് ലഭിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളായ മഴു, കുന്തം, കടാരി, അമ്പ്, വില്ല്, കവണ, വാള് ഇവയൊക്കെ പ്രധാനപ്പെട്ട ആയുധങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരുന്നു? തേക്ക്, സ്ലേറ്റ്, ഈയം, ചെമ്പ് എന്നിവയൊക്കെ ആയിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത്. ഏതെല്ലാമാണ്? തേക്ക്, സ്ലേറ്റ്, ഈയം, ചെമ്പ് എന്നിവയായിരുന്നു ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത്. മാത്രമല്ല സ്വർണം, വെള്ളി, വെളുത്തീയം, അതുപോലെ തന്നെ സ്റ്റിയാറൈറ്റ് എന്നിവയെല്ലാം ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയോ ഇവരുടെ കച്ചവടത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഇവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ഇതര സംസ്കാരങ്ങളുമായിട്ട് ഉപയോഗിച്ചിരുന്ന എന്താണ്? ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു. ഇതൊക്കെയായിരുന്നു ഇവരുടെ കച്ചവടത്തിൻ്റെ രീതി. പണം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ഇവർക്ക് വലിയ ധാരണയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ നിറങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അതായത് ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പോട്ടേഴ്സ് വീൽ, കുശവൻ്റെ ചക്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കുടം നിർമ്മിക്കുന്ന വസ്തുവകളെല്ലാം ഇവർക്ക് അറിവുള്ള കാര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ സിന്ധു നദീതട കാലഘട്ടത്തിലെ ഭവന നിർമ്മാണത്തെക്കുറിച്ച് നോക്കാം അല്ലേ. ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ വീട് നിർമ്മിക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവരുടെ വീടുകളെല്ലാം ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. അത് ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. ഈ ഹാരപ്പൻകാരുടെ മുദ്ര, അതിനെക്കുറിച്ച് നോക്കിയാൽ എന്താണ്? ഇവർ സ്റ്റിയാറൈറ്റ് ഉപയോഗിച്ചാണ് അതെല്ലാം നിർമ്മിച്ചിരുന്നതെന്ന് പറയുന്നു. പിന്നെ ഇവരുടെ മരണാനന്തര കാര്യങ്ങൾ എന്താണ്? ശവശരീരങ്ങൾ ഒരുമിച്ച് അടുക്കുന്ന രീതി ആണ് നിലവിലുണ്ടായിരുന്നത്. പിന്നെയോ തെക്ക് വടക്ക് ദിശയിലായിരുന്നു അടക്കം ചെയ്തിരുന്നതെന്നും പറയുന്നു. തെക്കോട്ട് തലവെച്ചിട്ടാണ് മൃതദേഹങ്ങൾ കൂടുതലും അടക്കം ചെയ്തിരുന്നത്. പിന്നെ ബറിയൽ, അതായത് മനുഷ്യ ശരീരം എങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? വ്യത്യസ്തമായ രീതിയിൽ, അതായത് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് കുഴിച്ചിടുക, പിന്നെ കുറേ ഭാഗം കുഴിച്ചിടുക, കത്തിച്ച ശേഷം കുഴിച്ചിടുക, അങ്ങനെ 3 രീതിയിലായിരുന്നു അടക്കം ചെയ്തിരുന്നത്. ഇനി ഇവരുടെ നഗര ആസൂത്രണത്തെക്കുറിച്ച് നോക്കേണ്ടതുണ്ട്. സിന്ധു നദീതട ജനതയുടെ നഗരാസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവരുടെ പാതകളെല്ലാം മട്ടക്കോണുകളിലായിരുന്നു സന്ധിച്ചിരുന്നത് അല്ലേ. മട്ടക്കോണുകളിൽ സന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിരവധി ബ്ലോക്കുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. നഗരാസൂത്രണത്തിൻ്റെ മികച്ച ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് റോഡുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി കോണുകളിൽ, അതായത് ഇങ്ങനെ നമ്മളൊരു കുരിശ് വരച്ചാൽ എങ്ങനെ ഇരിക്കും അതേ രീതിയിലായിരുന്നു റോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിരുന്നത് എന്ന് പറയുന്നു. പിന്നെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ചുട്ടെടുത്ത ഇഷ്ടികകളായിരുന്നു ഇവർ വീടുകളും മറ്റു കാര്യങ്ങളും നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ വീടുകളിൽ നിന്നും അശുദ്ധമായ ജലമൊക്കെ ഒഴുകിപ്പോകാനായിട്ട് മണ്ണിനടിയിലൂടെ പോകുന്ന ഒരു ഡ്രൈനേജ് സിസ്റ്റം, ഓട അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സീവേജ് സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു. ഇത് ഇവരുടെ ആരോഗ്യ രംഗത്തെയും ഇവരുടെ ശുചിത്വ ബോധത്തെയും ഒക്കെയാണ് ബോധ്യപ്പെടുത്തുന്നത്. പിന്നെയോ ഇവർ പ്ലാന്റ് സിറ്റികളിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അല്ലേ. അതായത് സിറ്റികളുടെ ഉള്ളിൽ വലിയ ആൾക്കാർ താമസിക്കുന്നു, സിറ്റിക്ക് പുറത്ത് ചെറിയ ആൾക്കാർ താമസിക്കുന്നു. കോട്ട കെട്ടിയൊക്കെ ഇത് തിരിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ വലിയ വിധത്തിൽ ജീവിക്കുന്ന ആൾക്കാരും കോട്ടയുടെ പുറത്ത് ചെറിയ രീതിയിലുള്ള ആൾക്കാരുമായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ഇനി ഈ സിന്ധു നദീതട സംസ്കാരം എങ്ങനെയാണ് തകർന്നത് എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാവാം, അതായത് വരൾച്ച അതായത് പേമാരി മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാവാം, ആര്യന്മാരെ പോലെയുള്ള നാടോടി ഗോത്രങ്ങൾ വന്നതുകൊണ്ടാവാം, നദികൾ ഗതിമാറി ഒഴുകിയത് കൊണ്ടാവാം, ഭൂമിശാസ്ത്രപരമായിട്ട് ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം ഇത് തകർന്നിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെയോ ഇത് വ്യാഖ്യാനിക്കപ്പെടാത്ത ലിപി ആയതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന നമ്മുടെ വസ്തുവകകൾ വെച്ചിട്ടുള്ളൊരു കണ്ടെത്തൽ മാത്രമാണ് നമുക്കിവിടെ നടത്തുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യം ഫാക്റ്റുകൾ നമ്മുടെ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ലേഖനമാണ് നമ്മളിപ്പോൾ എടുത്ത് വായിച്ച് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ക്ലാസ് കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.